നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി എന്റെ അസുഖത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എനിക്ക് എങ്ങനെ ഒരാളോട് ബാധ്യത ഉണ്ടാവുന്നത് ഇഷ്ടമല്ല. ഇതാ നിന്റെ കുഴപ്പം. വീണയ്ക്ക് പറയാനുള്ളതെല്ലാം ഞാനിരുന്ന് കേട്ടോളാം. ആദ്യം വീണു നോക്കിയാവട്ടെ. കിടന്നു. കല്യാണി, നമ്മുടെ സ്കൂളിന്റെ അടുത്ത് വലിയൊരു കുന്നുണ്ട്. കല്യാണി അവിടെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടൊന്നുമില്ല. നമ്മുടെ ക്ലാസ്സിലെ ഗോകുലില്ലേ, അവിടെ കുറെ നെല്ലിമരം ഉണ്ട്, അതിൽ കുറെ നെല്ലിക്ക ഉണ്ടെന്ന് അവൻ പറയണേ. ആ ചെക്കൻ ചുമ്മാ നോണ പറയുന്നതാ. അല്ലല്ല, ഗോകുൽ ഒരു ദിവസം കുറെ നെല്ലിക്ക ഉണ്ടെന്നല്ലോ ആ കുന്നിന്റെ മേളിന്ന് പറിച്ചാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് കല്യാണിയുടെ അച്ഛനോട് ചോദിച്ചിട്ട് ഒരു ദിവസം നമ്മളവിടെ കൊണ്ടുപോകാൻ പറഞ്ഞാലോ? ആ, അത് നല്ല ഐഡിയ. ഗോകുല് പറയണ നോണയാണോ സത്യാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാലോ. പോകുമ്പോ നമുക്ക് അച്ഛനും അമ്മയും കൂടെ കൂട്ടാം. അല്ല, എപ്പോഴാ അച്ഛനോട് പറയണ്ടേ? ആ, അതിനൊക്കെ എന്റെ ഒരു സൂത്രമുണ്ട്. ആ, അത് ഞാൻ പറയാം. എന്താ രണ്ടുപേരും കൂടെ പരിപാടി? എന്തോ രണ്ടുപേർക്ക് എന്നോട് പറയാനുണ്ടല്ലോ, കേക്കട്ടെ. നിത്യാമ്മേ, നമ്മുടെ സ്കൂളിന്റെ അപ്പുറത്തൊരു കുന്നില്ലേ, ആദ്യോട് ഗോകുല് പറഞ്ഞതാ അവിടെ കുറെ നെല്ലിമരം ഉണ്ട്, അതിൽ കുറെ നെല്ലിക്കയുണ്ടെന്ന്. എന്നിട്ട് രണ്ടാളും കൂടെ അവിടെ പോവാ? ആ കുന്നിന്റെ മുകളിലേക്ക് ആരും അങ്ങനെ പോവാറില്ല. ടീച്ചർമാര് പറഞ്ഞിട്ട് എനിക്കറിയാലോ. നമുക്ക് ഹരിയങ്ങണ്ണൻ കുട്ടി അങ്ങോട്ട് പോയാലോ? വേണ്ട മോനെ, പിള്ളേര് പറയുന്നത് കേട്ട് അങ്ങോട്ട് ചെന്നാലേ അപകടം ഉണ്ടാവും. മോളെ ഇങ്ങ് വാ. എന്താ ടീച്ചറമ്മേ? മോളോട് നിത്യം ഒരു കാര്യം പറയട്ടെ. ചെല്ല്. എന്താമേ? കല്യാണിമോക്ക് സന്തോഷമുള്ളൊരു കാര്യം. അതെന്നോടും പറഞ്ഞൂടെ? ആദ്യമോന് അമ്മയുടെ കൂടെ ഇരിക്കുന്നത് സന്തോഷല്ലേ? ആ, അങ്ങനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ കല്യാണി മോളി ഇപ്പൊ പോയിരിക്കുന്നത്.
കല്യാണിയോട് സ്വകാര്യമായി പറഞ്ഞ കാര്യം കല്യാണി എന്നോട് പറഞ്ഞു കേട്ടോ. അത് പിന്നെ രണ്ടിനും എനിക്ക് അറിഞ്ഞൂടെ, നല്ല കൂട്ടല്ലേ രണ്ടാളും. കല്യാണി വീണാന്റെ അടുത്ത് പോയി കാണുവോ? കുളിച്ച് വേഷം മാറിപ്പോയി ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും പോയിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.